പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം കർത്താവിന് നന്ദി പറയുന്നു. ഒരു ദിവസം ഇവിടെ അനുകരിക്കപ്പെട്ട ദിവസം നന്ദി പറയാം. പ്രൈസ് ലോർഡ്. എല്ലാ ദിവസവും നമുക്ക് അനുകരിക്കപ്പെട്ട ദിവസം തരുന്ന ദൈവത്തിന് നന്ദി പറയാം. ദൈവം അത്ര നല്ലവനാണ്, സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ലോർഡ്. സർവശക്തിയുടെയും മുകളിലിരിക്കുന്ന ദൈവം. പ്രൈസ് ലോർഡ്. അതാണ് സങ്കീർത്തനം 147 സങ്കീർത്തനം പറയുന്നത്. ആകാശവും ഭൂമിയും സകലതും സൃഷ്ടിച്ച ദൈവം. പ്രൈസ് ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ കർത്താവെ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിവർത്തി കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, യു ആർ ടേക്കിംഗ് കെയർ ദിസ് സെക്ഷൻ. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാ ദിവസവും നമുക്ക് ദൈവം ദാനമായിട്ട് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം അത് ഉപയോഗിക്കും. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്നത് എഫെസ്യർ ലേഖനം 3-ാം അധ്യായം വായിക്കുന്നത്. അതിൽ 3-ാം വാക്യം. ടുഡേ വി ആർ പ്രീച്ചിങ് ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 3 onwards. ഓക്കെ. ഒരു രണ്ടിലെയും പാട്ട് പാടായിരിക്കുന്നു. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രം ദൈവമെന്നും. Rich in love and you're slow to anger. Your name is great and your heart is kind. For all your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul, and worship your holy name. Praise the Lord. Hallelujah. ഇപ്പം നമ്മൾ വായിക്കുന്നത് എഫെസ്യർ ലേഖനം 3-ാം അധ്യായം വായിക്കുന്നത്. ബുക്ക് ഓഫ് എഫീഷ്യൻസ്. ടുഡേ യു ആർ പ്രീച്ചിങ് ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 3 onwards. Praise the Lord. ഇത് പറഞ്ഞു വെച്ചാൽ എഫെസ്യർ ലേഖനം 3-ാം അധ്യായം അതിൽ 3-ാം വാക്യം വായിക്കുന്ന വെച്ചാൽ പൗലോസ് പറയുകയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. 5-ാം വാക്യം പറയുന്നത്, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. തുടർമാനമായിട്ട് പറയുന്നു, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും
ആകണം എന്നുള്ളത് തന്നെ. തുടർന്നാണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. I would like to read in English book of Ephesians chapter 3 verses 3 onwards. Okay, book of Ephesians chapter 3 verses 3 to 7. In this Bible is saying how that by revelation he made known to me the mystery, as I have briefly written already, by which when you read you may understand my knowledge in the mystery of Christ, which in other ages was not made known to the sons of men, as it has now been revealed by the Spirit to his holy apostles. Holy apostles is the revealed to the servant of gods, okay, and prophets, that the Gentiles should be fellow heirs of the same body and partakers of his promise in Christ through the gospel. Praise the Lord. Of which I become a minister according to the gift of the grace of God given to me by the effective working on his power. Praise the Lord. Hallelujah. ഇതാണ് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫേസ്യ ലേഖനം അതിൽ 3-ാം അധ്യായം അതിൽ 3-ാം വാക്യം പറയുന്നത് വെച്ചാൽ, വെളിപാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. പ്രൈസിൽ വെളിപാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. കർത്താവിൻ്റെ വചനം നമുക്ക് കിട്ടുന്നത്, ഈ എഴുതപ്പെട്ട വചനം നമുക്ക് അതിൻ്റെ ഇന്നർ മീനിങ് കിട്ടുന്നത് വെളിപാടിനാലാണ് കിട്ടുന്നത്. കർത്താവിൻ്റെ വചനം മനസ്സിലാക്കാൻ പറ്റുന്നത് അത് വെളിപാടിനാലാണ് കിട്ടുന്നത്. പ്രൈസിൽ ഞാനൊക്കെ ഏർലി മോർണിംഗിൽ ഏറ്റി പ്രാർത്ഥിക്കുമ്പോഴല്ലോ, പ്രൈസിലോട്ട് അന്തകാഴ്ചയിൽ പരമാവധി തകർക്കാൻ ശ്രമിക്കും. ഒരു പ്രാവശ്യം ഞാനിപ്പം അത് ഏർലി മോർണിംഗ് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ വെളിപാടുകൾ കിട്ടും, ദർശനങ്ങൾ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. അന്തകാഴ്ചയുടെ പ്രധാന എല്ലാ പദ്ധതികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. If you can wake up at the 3 a.m. in the early morning and pray to the Lord, നമ്മൾ 3 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാത്താനിയ കോട്ടകൾ തകരും. ആ സമയത്ത് ഞാനിപ്പം ഞാൻ ആ 3 മണി സമയത്തേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രാർത്ഥിക്കാൻ ഏൽക്കുന്ന സമയത്ത് ഈ പിശാച് നേരിട്ട് എന്നോട് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്താവശ്യത്തിന് പ്രാർത്ഥിക്കുന്നു. അതാണ് അത്രമാത്രം വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ പിശാചിന് ഒരു പദ്ധതിയും നടക്കത്തില്ല. ആരൊക്കെ നമുക്കത് കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ, ഉണ്ടെടുത്ത് എഴുത്തുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തകർക്കപ്പെടും, നിർവീര്യമാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. പൗലോസൊക്കെ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. സമയം കണ്ടത് വളരെ സമയം പൗലോസ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, പ്രാർത്ഥന ചെലവഴിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പൗലോസ് 2-ാം സ്വർഗവും 3-ാം സ്വർഗവും എല്ലാം പൗലോസ് എടുക്കപ്പെട്ട് കർത്താവിൽ ദൈവത്തിൻ്റെ ആ സ്വർഗീയ ദർശനങ്ങൾ മൊത്തം പൗലോസിന് കിട്ടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പൗലോസ് പറയുവാണ്, വെളിപാടിനാൽ നിന്നുകൊണ്ട് പൗലോസ് പറയണത്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപാടിനാൽ എനിക്ക് മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ബുക്ക് ഓഫ് എഫേസ്യൻസ് 3 verse 3. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. By the revelation was made known unto me the mystery, as I wrote before in few words. അയാൾ പറയണം, അത് തുടർന്ന് പറയണം, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാര്യങ്ങൾ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. It was not revealed in the Old Testament, praise the Lord, to all the people. Some prophets it was revealed, but Apostle Paul, he was saying, what Apostle Paul was saying? Apostle Paul was saying, I have received the revelation from the Holy Spirit. Praise the Lord. What was the revelation? The revelation, revelation was in the book of Ephesians chapter 3 verses 6. What was the revelation? That the Gentiles should be fellow heirs of the same body and partakers of his promise in Christ through the gospel. അതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അപ്പം വെളിപാടിനാൽ പൗലോസിനൊരു മർമ്മം മനസ്സിലായി, കർത്താവിൻ്റെ വെളിപാട് പൗലോസിന് കിട്ടി. അപ്പോൾ പൗലോസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പൊതുവാണ് പൗലോസ് പറഞ്ഞ ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ
പൂർവ്വകാര്യങ്ങൾ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതാണ് പറഞ്ഞാൽ, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും. പ്രൈസ്, നമ്മളെല്ലാം യേശുക്രിസ്തുവിൽ സുവിശേഷത്തിൽ നമ്മൾ ഒരുമിച്ച് കൈ ഓർക്കേണ്ട ആൾക്കാരാണ്. ഒരുമിച്ച് നമ്മൾ കൈ കോർത്ത് പിടിക്കേണ്ട ആൾക്കാരാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തോന്നിയാസം കളിച്ച് നടക്കുന്ന ആൾക്കാരല്ല. അതാണ് മറ്റുള്ളവരുടെ നന്മയെ ഉയർത്തിയും തടഞ്ഞ് അവരോട് കൈ ഉയർത്തി പിടിക്കാനല്ല. മറ്റുള്ളവരെ പറ്റി അപവാദം പറഞ്ഞ് നടക്കുന്നവരെ പറ്റി കൈ ഉയർത്തി പിടിക്കാനല്ല. ഏതെങ്കിലും പാസ്റ്റർമാരെ പറ്റി മോശമായിട്ട് മറ്റുള്ളവരുമേ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ പറ്റി കൈ ഉയർത്തി പിടിക്കാനല്ല. അവരപ്പുറം ഒരു കൈ കൊണ്ട് ഇപ്പുറം പറയും, അപ്പുറത്തെ കൈ സുവിശേഷം പിടിക്കും. അവരല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വാക്കുകൊണ്ട് കളങ്കപ്പെടാത്ത ആൾക്കാരുണ്ട്. പ്രൈസ് ലോർഡ്. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാതെ കർത്താവിന് വേല ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള ആൾക്കാരോട്ട് കൈ ഉയർത്തി പിടിച്ച സുവിശേഷ വേല ചെയ്യുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ജാതികൾ സുവിശേഷത്തിൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളേക്ക് വിശ്വാസത്തിൽ പങ്കാളിയാണ്. ജാതികളെ എങ്ങനെ കൂട്ടവകാശികളാക്കാൻ പറ്റും? പ്രൈസ് ലോർഡ്. അത് യേശുക്രിസ്തുവിനോട് ഈ വചനം കേട്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് മുടി സ്നാനമെടുത്ത് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് പൗലോസിനെ പോലെ വെളിപാട് കിട്ടി ഒരുമിച്ച് കൈയോർത്ത് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ പിടിച്ച് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ജാതികളും വിളിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അനേകം ആൾക്കാർ പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ ഈ ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് മാറിയിരിക്കുന്നു. അനേകം ആൾക്കാർ ഈ ലോകത്തിൽ 8 ബില്യൺ 800 കോടി ആൾക്കാർ ഉണ്ടെങ്കിലും പ്രൈസ് ലോർഡ്, ആ 800 കോടി ആൾക്കാരിലും ഭൂരിഭാഗവും ഒരു 700 crores പ്രൈസ് ലോർഡ് അത്രമാത്രം ആൾക്കാരും ഇപ്പോഴും അന്ധകാരത്തിൻ്റെ പിടിയിൽ കിടക്കുകയാണ്. ഇപ്പോഴും പൈശാചിക കോട്ടകളുടെ പിടിയിൽ കിടക്കുകയാണ്. ഇപ്പോഴും സാത്താനി കോട്ടകളുടെ പിടിയിൽ കിടക്കുകയാണ്. ഇപ്പോഴും അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വിധത്തിൽ മുന്നോട്ട് വരാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ സാത്താൻ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. വചനം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും അന്ധകാര ശക്തികളോട് വചനം എത്തത്തില്ലാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ ആരൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ അവിടെയെല്ലാം സാത്താനി കോട്ടകൾ തകരും. അന്ധകാര ശക്തിയുള്ള കോട്ടകൾ തകരും. പ്രൈസ് ലോർഡ്. എവിടേക്ക് സാത്താനി കോട്ടകൾ തകരുന്നുണ്ടോ, ആരൊക്കെ പ്രാർത്ഥിച്ച് ഒരുമയോടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ടോ അവിടെ കർത്താവിൻ്റെ നാമം ഉയരും. അവിടെയുള്ള ഇരുട്ട് അന്ധകാര ശക്തികൾ മാറ്റപ്പെടും. അവിടെയുള്ള പ്രകാശം അവിടെ വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഏത് രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിലും പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ വേല നിങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം അവിടെ ഉണർവ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിശ്ചയമായിട്ട് നമുക്ക് ഉണർവ് കാണാനായിട്ട് സാധിക്കും. ഞാനൊക്കെ സ്ട്രീറ്റിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ, പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ, ചില സ്ഥലങ്ങൾ കേംബ്രിഡ്ജ് എന്ന സ്ഥലത്താണ് ഇപ്പോഴും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കേംബ്രിഡ്ജ് എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ഒരാത്മാക്കളും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരാത്മാക്കളും രക്ഷയിലേക്ക് വന്നിട്ടില്ല അവിടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജസ്റ്റ് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ വലിയൊരു പ്രശ്നം പോലെ അവിടെ നിന്ന് അവിടെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ കേംബ്രിഡ്ജ് എന്ന സ്ഥലത്ത് പ്രൈസ് ലോർഡ്. ഓക്സ്ഫോർഡിൽ പ്രസംഗിച്ച് അവിടെ കുഴപ്പമില്ല, അവിടെ ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. പ്രൈസ് ലോർഡ്. കേംബ്രിഡ്ജ് എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാണ്ട് പറ്റുന്നില്ല. എന്തോ വലിയൊരു ഡാർക്ക് സിറ്റുവേഷൻ. പ്രൈസ് ലോർഡ്. 2-3 പ്രാവശ്യം അവിടെ പ്രസംഗിക്കാനായിട്ട് പോയി. 3 പ്രാവശ്യം പ്രസംഗിച്ചപ്പോഴും ഒരാത്മാക്കളും രക്ഷയിലേക്ക് വന്നിട്ടില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ അതിനടുത്ത പ്രദേശങ്ങളെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പ്രൈസ് ലോർഡ് അടുത്ത കൗണ്ടികളിലും അടുത്ത സിറ്റികളിലെല്ലാം കർത്താവിനെ പ്രഘോഷിച്ച് കഴിഞ്ഞപ്പോൾ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കർത്താവിനെ പ്രഘോഷിച്ച് കഴിഞ്ഞപ്പം അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു മാത്രമല്ല അവർ സ്നാനപ്പെട്ടു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവരെ അസുഖത്തിൽ നിന്ന് കർത്താവ് ഭേദപ്പെടുത്തി. അനേകം ആൾക്കാർ, അനേകം ഹോംലെസ് ആൾക്കാർ കർത്താവ് വീട് കൊടുത്തു. പ്രൈസ് ലോർഡ്. അനേകം ആൾക്കാർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പം ഞാൻ ആ സിറ്റി സെൻറ്ററിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്ക് എന്നെ അറിയാം. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന വ്യക്തിയാണെന്നറിയാം. പ്രൈസ് ലോർഡ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർക്കറിയാം. അവർ പറയുന്നത് യു ആർ വെരി ഫേമസ് എന്ന് എന്നോട് പറയും. നമ്മളെന്ത് ഫേമസ് ആണ്, കാരണം കർത്താവിൻ്റെ വചനം പ്രസംഗം അത്രയല്ലേ ഉള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്ട്രീറ്റിൽ അപ്പം അന്യമതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം ഞാനൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരോട് കർത്താവിൻ്റെ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ വചനത്തിനെതിരായിട്ട് ഒന്ന് എന്നെ അവഗണിച്ചു അദ്ദേഹം. അപ്പം ഞാനത് വിട്ടുകളഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് നിത്യരക്ഷ വരത്തുള്ളൂ. പ്രൈസ് ലോർഡ്. അതാണ് പറഞ്ഞത്. അപ്പം കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ പാപമോചനം തരാനായിട്ട് പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിലൂടെ മാത്രമേ, അതാണ് ആകാശത്തിന് കീഴിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. രക്ഷിക്കപ്പെട്ട മഴ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. മുസ്ലിം സമുദായപ്പെട്ട ആൾക്കാർ മോശമായ രീതിയിൽ എനിക്കിങ്ങോട്ട് മെസ്സേജ് അയച്ച് എന്നെ കളിയാക്കുന്ന രീതിയിൽ, വളരെ മോശമായ രീതിയിൽ
ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. അദ്ദേഹത്തിന് ഗോഡ് ബ്ലെസ് യു എന്ന് മാത്രം വേണ്ട നമ്പർ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഇടയ്ക്ക് കാണാനുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അദ്ദേഹം ഹായ് എന്ന് പറഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്യാൻ പോകാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭാഗം എന്ന് ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാതെ എൻ്റെ ഭാഗം. പ്രൈസ് ദി ലോർഡ്. അത് പ്രസംഗിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയറാക്കി കർത്താവിൻ്റെ വചനം പറഞ്ഞ് അവരത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ആ കേട്ട വചനം തള്ളിക്കളഞ്ഞാൽ അവർക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ട്, കണ്ടംനേഷൻ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് പിന്നെ ശിക്ഷാവിധി ഉണ്ട്. അപ്പോൾ നമ്മൾ വചനം പറഞ്ഞ് അവരെ കേൾപ്പിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ മാസം ഈ മാസം ആദ്യം ഞാനിങ്ങനെ നടന്നു പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിങ്ങനെ വഴി കൂടെ നടന്നു പോവാം. അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ സർവീസിന് കൊടുത്തിട്ട് ഞാൻ ഈ വഴി കൂടെ നടന്നു പോവുക. കുറച്ച് നമുക്ക് ഒരു മൈൽ നടക്കണം. നടന്നു പോയെങ്കിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിഗ്നലിൽ അവിടെ വെച്ച് എന്നെ കണ്ടു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്നോട് ഞാൻ എന്തൊക്കെയുണ്ടെന്ന് മലയാളിയല്ല കേട്ടോ. അപ്പോൾ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ നിൽക്കാം. പിന്നെ ചീത്ത പറയാനാണ് ഞാൻ വിചാരിച്ചു. ഞാനൊന്നും മൈൻഡ് ചെയ്യാതെ പോയി. പിന്നെ അദ്ദേഹം പുറകെ ഓടി വന്നു. എൻ്റെ പുറകെ ഓടി, പ്ലീസ് പ്രേ ഫോർ മീ, ഐ നീഡ് ജോബ്. വെൻ യു ഹാവ് പ്രേഡ് ദ ലാസ്റ്റ് ടൈം ഗോഡ് ഗേവ് മീ ദ ജോബ്. അതാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കർത്താവിൻ്റെ വചനം അദ്ദേഹത്തിന് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. കർത്താവ് അദ്ദേഹത്തിന് ജോലി കൊടുത്തു. അന്നേരം തന്നെ ആൾക്കാർ ജോലിക്ക് വേണ്ടി അദ്ദേഹത്തിന് ജോലി കൊടുത്തു. അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രാവശ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തട്ടിപ്പാന്ന് ഞാൻ കുറച്ചുകൂടെ നടന്നു. അദ്ദേഹം എന്നെ ബലമായിട്ട് നിർത്തി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. സത്യമാണ് പ്രിയമുള്ളവർ, മുസ്ലിം സാധാരണപ്പെട്ട വ്യക്തിയാണ്. എന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ബ്ലസ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം ബൈബിൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പറഞ്ഞ വചനം അതൊരിക്കലും ഫലമില്ലാതെ വരത്തില്ല. നമ്മൾ പ്രഘോഷിക്കുന്ന വചനം അത് ഇരുതല്ല വാളിനേക്കാൾ ഉള്ള വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് നമ്മൾ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സ്വർഗത്തിലെ നമുക്കറിയാം ദൂതഗണങ്ങളും നോട്ട് ചെയ്യും, പിതാവായ ദേവൻ നോട്ട് ചെയ്യും, യേശു ക്രിസ്തു നോട്ട് ചെയ്യും, പരിശുദ്ധാത്മാവ് നോട്ട് ചെയ്യും. അത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന വചനം ജീവനുള്ള വചനമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഹെബ്രായർക്ക് ലേഖനം പറയുന്നത്. ഹെബ്രായർ ലേഖനം 4 അധ്യായം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീബ്രു ചാപ്റ്റർ 4 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുതല വായത്തിലെയുള്ള ഏത് വാളിനേക്കാളും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും, പ്രൈസ് ദി ലോർഡ്, വേർപിടിവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിംഗ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഷാർപ്പർ ദാൻ എനി two-edged sword and piercing even to the dividing of souls and spirit, of both joints and marrow. Praise the Lord. Hallelujah. And quick to discern the thoughts and intents to the ഹാർട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, കർത്താവിൻ്റെ വചനം നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്, അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും അവരിൽ ഫലമുണ്ടാകുക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ്. ഇത് പൗലോസ് പറയുന്നത് വെച്ചാൽ, അതോ ജാതികൾ, ബുക്ക് ഓഫ് എഫേഷ്യൻ ചാപ്റ്റർ 3:6 ഇതിൽ പറഞ്ഞത്, എഫേഷ്യൻ ലേഖനം 3:6 പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും. ജാതികൾ എങ്ങനെ കൂട്ടവകാശികളാകും കർത്താവിനെ അറിയത്തില്ലാത്ത ആൾക്കാർ? നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവർ ഇന്ന് പറയുന്ന വചനം ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ്, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ്, ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ഇടവരുത്തും. കാരണം നമ്മൾ പറഞ്ഞ വചനം അത് അവരിലെ ഹൃദയത്തിൽ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ കർത്താവ് ഉണ്ടാക്കും. പ്രൈസ് ലോർഡ്. അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ, ഈ പാസ്റ്റർ ജോളി പ്രസംഗിച്ചൊരു അന്നൊരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നല്ലോ, യേശു ക്രിസ്തു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ കഴിവുള്ള ദൈവമാണെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മുടെ മുറിവുകൾ ഉണക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ലോർഡ്. ആ പാസ്റ്റർ ജോളി അന്ന് പ്രസംഗിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു 2 വർഷം മുമ്പ്, 3 വർഷം മുമ്പ്. പ്രൈസ് ആ ടോമി എന്നോട് പറഞ്ഞായിരുന്നല്ലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്ന ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മൾ വചനം പറഞ്ഞ് ജാതികളുടെ മനസ്സിൽ അത് ഓർമ്മപ്പെടുത്താൻ ഇടവരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ അവർ കർത്താവിനെ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്ക് വെളിപാട് കൊടുക്കും. തുടർമാനമായിട്ട് ഒന്നേ നമ്മുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ആരെങ്കിലും അടുത്തുനിന്ന് അവർ നിശ്ചയമായിട്ട് രക്ഷയിലേക്ക് വരും, നിശ്ചയമായിട്ട് സ്നാനപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം വചനം ജീവനുള്ള വചനമാണ്. നമ്മൾ പറയുന്ന വചനം ശക്തമായ വചനമാണ്.
നമ്മൾ ഉപയോഗിക്കുന്ന വചനത്തിൻ്റെ പേരിന് വചനം അത് യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. യേശുക്രിസ്തുവിനാൽ എഴുതപ്പെട്ട വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വചനത്തിൻ്റെ ശക്തിക്ക് മാറ്റമില്ല. ഇന്ന് ആരൊക്കെ കർത്താവിൻ്റെ വചനം ഉപയോഗിക്കുന്നുണ്ട്, ആര് ഉപയോഗിക്കുന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആര് തന്നെ എടുത്ത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ അത്ഭുതമുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്, രോഗശാന്തികളും നടക്കും. ശക്തമായ അഭിഷേകം നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പ്യുവറായിരിക്കണം. പല സ്ഥലങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത്ഭുതം നടക്കാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇത് അന്താശയത്തിൽ പ്രവർത്തനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിൽ റിപ്പൻറ്റൻസിന് വരത്തില്ല. പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ കയ്പും ഈ അതേപോലെ തന്നെ ഈ പകയൊക്കെ വെച്ചിട്ട് കർത്താവിൻ്റെ വചനം എങ്ങനെ പ്രസംഗിക്കാനായിട്ട് പറ്റും? അത് പിശാചിൻ്റെ ഏറ്റവും നല്ല തന്ത്രം തന്നെ. അങ്ങനെ വെച്ച് പ്രസംഗിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു കർത്താവിൻ്റെ ഒരു പ്രവൃത്തി കാണാനായിട്ട് പറ്റത്തില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം നമ്മൾ റിപ്പൻറ്റ് ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മൾ പ്രഘോഷിക്കുകയാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ ആ ദൈവപ്രവൃത്തി കാണാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊക്കെ കർത്താവിൻ്റെ വചനം സ്ട്രീറ്റിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പം ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒന്നും തന്നെ കാണാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ആദ്യത്തെ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ആറ് മാസം കർത്താവിൻ്റെ വചനം ഞാൻ 2017 പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു 6 മാസക്കാലം ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. തുടർമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒരു നാൾ അത്ഭുതങ്ങൾ നടക്കും, ഒരു നാൾ അടയാളങ്ങൾ നടക്കും, ഒരു നാൾ വീര്യപ്രവൃത്തി നടക്കും, ഒരു നാൾ രോഗശാന്തികൾ നടക്കും, ഒരു നാൾ കർത്താവ് വിടുതൽ ചെയ്യും എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു. പറയുന്ന വചനങ്ങൾ ഇതിലൂടെ അല്ലെങ്കിൽ ചെയ്യുന്ന ദൈവവേല കറക്റ്റായിട്ട് ചെയ്തു പോന്നു. അതിന് ഒരു ഗ്യാപ്പും കൊടുക്കാതെ കർത്താവിൻ്റെ വേല കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവ് അത് മാനിച്ചു. നമുക്കറിയാം എത്രയോ സ്ഥലങ്ങളിൽ ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. എത്രയോ 100 കണക്കിനാണ്. ഞാൻ ഒരു സിറ്റി, ലീഡ്സ് സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ 150ഓളം പേര് പ്രൈസ് കർത്താവിൻ്റെ വചനം രക്ഷയിലേക്ക് വന്നു. 150ഓളം പേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ടീമായിട്ട് 2-3 പേരായിട്ടാണ് പോയത്. 75 ആൾക്കാർ ഈ കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ കൃപയാൽ ഞാൻ കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്നിലൂടെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും പ്രൈസ് ദി ലോർഡ് 75ഓളം രക്ഷയിലേക്ക് വരികയും ചെയ്തു. ഒരു ടീമായിട്ട് ഞങ്ങളോട് പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് നടക്കാൻ പറ്റത്തില്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവർ നടന്നു എന്ന് പറഞ്ഞാൽ വടിയില്ലാതെ തന്നെ അവരേറ്റ് വളരെ ശക്തിയോടുകൂടി നടക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ സിറ്റി തന്നെ 4 പേരെ കർത്താവ് സഖ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വീൽചെയറിയുന്ന ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവർ വീൽചെയറിൽ ഇരിക്കാതെ ഇപ്പോൾ അവർക്ക് വീൽചെയറും കാര്യങ്ങളൊന്നുമില്ല. അവർ ദൈവത്തെ നടന്ന് മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വീഡിയോ കാണാം. തുടർമാനമായിട്ട് നമുക്കറിയാം വാക്കിംഗ് ഡിഫിക്കൽറ്റിയുള്ള ആൾക്കാർ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വടിയോ കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ കർത്താവ് സഖ്യം കൊടുത്തു. കാലി ബാൻഡേജ് ഇട്ട് നടക്കാൻ പറ്റത്തില്ലാത്ത ആൾക്കാർ പ്രാർത്ഥിച്ചപ്പോൾ അവർ തന്നെ ബാൻഡേജ് റിമൂവ് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ വരെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പൗലോസ് പറയുന്നത്, ആ മർമ്മം ഇപ്പോൾ വെളിപാടിനാൽ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികളുടെ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിനും വാഗ്ദത്തത്തെ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ 6-7 പറഞ്ഞു കഴിഞ്ഞാൽ that Gentiles, which other ages was not made known to the sons of men, as it has now been revealed by the Spirit to his holy apostles and prophets, that the Gentiles should be fellow heirs of the same body and partakers of his promise in Christ through the gospel. Praise the Lord. Hallelujah. അപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയും കർത്താവ് വിശ്വാസം ചെയ്യുന്നു. അതോടെ പറഞ്ഞ് അപ്പം നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾക്കൂടെ വേണ്ടിയാണ് പറയുന്നത്. ഇന്ന് കർത്താവിൻ്റെ വചനം ഞാൻ പറയുന്നു, പക്ഷേ എന്നോട് കൂടെ പ്രൈസ് ദി ലോർഡ് ജാതീയരായി നിങ്ങൾ ചിലപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം, കാത്തലിക് സമുദായം ഹിന്ദു സമുദായം ഒന്ന് തന്നെ. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം ഒരേ ആരാധനയാണ്. അപ്പം ഞാൻ പറയുന്നത് ഓരോ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ഓരോരോ രൂപങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ആരാധിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അവരാണെങ്കിലും പ്രൈസ് ദി ലോർഡ് നിങ്ങളെല്ലാം ഇന്ന് യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളും കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളാകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും അപരാധം കൊടുത്ത വാഗ്ദത്തത്തിന് അവകാശികളാകാനായിട്ട് പറ്റും. നിങ്ങളും
ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെയും നിങ്ങളിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും രക്ഷയിലേക്ക് വരുത്തുവാൻ കർത്താവ് ശക്തനാണ്. അതാണ് ഇപ്പോൾ കർത്താവ് നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം 17 അധ്യായം കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് യേശുക്രിസ്തു പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ യോഹന്നാൻ 17 അധ്യായം യേശുക്രിസ്തു പ്രാർത്ഥിച്ച് കർത്താവ് പറഞ്ഞാൽ കർത്താവ് വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് കർത്താവ് പ്രാർത്ഥിച്ച ശിഷ്യന്മാർക്ക് വേണ്ടിയും തുടർമാനമായിട്ട് നമ്മളിലൂടെ ആ ശിഷ്യന്മാർ കർത്താവിൻ്റെ വചനം പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞ് ആ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന മറ്റുള്ളവർക്കും കൂടി വേണ്ടി പിതാവായ ദൈവത്തിലൂടെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചാൽ നമുക്ക് യോഹന്നാൻ സുവിശേഷം 17 കാണാൻ പറ്റും. When you read book of John chapter 17, Jesus Christ is praying for his disciple, not only to his disciple, but through disciple, how many number of people are going to get salvation? Praise the Lord. Jesus Christ is praying for that people too. Praise the Lord. അതാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവിലേക്ക് ദൈവത്തിലേക്ക് വരുന്ന ആ വിശ്വാസത്തിലേക്ക് വരുന്ന തലമുറകൾക്ക് വേണ്ടിയും യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിപ്പീറ്റ് ഗോഡ്. വളരെ വാച്ച് ചെയ്യുന്ന എല്ലാവരോടും ഒന്ന് ഹായ് പറയേണ്ടതായിരിക്കുന്നു. നിങ്ങൾ ഏത് കൺട്രി വാച്ച് ചെയ്തു, ഏത് സിറ്റി വാച്ച് ചെയ്യുന്ന ടൈപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് യേശുക്രിസ്തു ഉത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, നിങ്ങളുടെ സിറ്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ദൈവപ്രവൃത്തി അവിടെ ചെയ്യും. യേശു ക്രിസ്തുവിലൂടെ അവിടെ കർത്താവ് വലിയ ദൈവപ്രവൃത്തി അവിടെ ചെയ്യാനായിട്ട് ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം നമ്മൾ കർത്താവിൻ്റെ വചനം ജാതികളെല്ലാം കർത്താവിനെ അറിയാനായിട്ട് ഇടവരും. അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം ദൈവസഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ പീഡിപ്പിച്ച പൗലോസിനെ കർത്താവിൻ്റെ വചനത്താൽ പ്രൈസ് ദി ലോർഡ് കർത്താവ് വിശുദ്ധീകരിച്ചു. ആ വചനത്തിന് വെളിപാട് കൊടുത്തു. ആ വചനത്തിൽ അഭിഷേകം ചെയ്തു. വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി. ആ വചനം ആ പൗലോസ് എവിടെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം പോയിട്ടേക്ക് ഈ ശക്തനായ ദൈവത്തെ പ്രഘോഷിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ പ്രോസിക്യൂട്ട് നമ്മൾ നോക്കാനായിട്ട് പോകണ്ട. നമ്മളെ റിജക്റ്റ് ചെയ്ത ആൾക്കാർ നമ്മളെ നോക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിശ്വസ്തൻ ദുഷ്ടരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കത്ത് പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ലാത്ത പരീക്ഷ കർത്താവ് തരത്തില്ല. കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് തളർന്നുപോയ ആൾക്കാർ, മടുത്തുപോയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കും. പലരും പറയാറുണ്ട്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ദൈവത്തെയല്ല, യന്ത്രകാശക്തിയിൽ പ്രവർത്തനം വെച്ചാൽ സുവിശേഷ വേലയിൽ തളർച്ച വരും. എല്ലാവരുമായിട്ട് മാറ്റിക്കളിച്ച് ഐസൊലേഷൻ കൊണ്ടുവരും. ഒറ്റപ്പെടുത്തുന്ന അവസരം. പ്രൈസ് എല്ലാ മേലും ഒറ്റപ്പെടുത്തുന്ന അവസരം. പക്ഷെ എന്നാലും വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ കോളിംഗ് ഈസ് ഹെവൻലി കോളിംഗ്. യുവർ കോളിംഗ് ഈസ് ഹെവൻലി കോളിംഗ്. യു ആർ അപ്പോയിന്റഡ് ഫ്രം ദ ഹെവൻ. You are the heavenly ambassador. Your citizenship is from the heaven. നമ്മൾ സ്വർഗത്തിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭൂമിയിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ പ്രതിനിധികളാണ് നമ്മളെല്ലാവരും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ അഭിഷേകത്തിൽ നടക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല ചുമ്മാതെ സ്നാനപ്പെട്ട് അങ്ങോട്ട് തമ്മിലടി കൂടി നടക്കുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കറിയാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നടക്കുന്ന ആൾക്കാർ പ്രൈസ് ദി ലോർഡ് നിങ്ങളെ കർത്താവ് വാച്ച് ചെയ്യും. നിങ്ങളെ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അത് കർത്താവ് പറഞ്ഞ് കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണി തുറന്ന് ദൈവത്തെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഒന്നും ഒരിക്കലും ഒരു ദോഷവും കർത്താവിൻ്റെ വേല ചെയ്യുന്ന, കർത്താവിൻ്റെ അഭിഷേകത്തിൽ ജോലി ചെയ്യുന്ന വേല ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയാണ്, അതോ ജാതികൾ സുവിശേഷത്തിൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ പൊതുവായിട്ട് പറയുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം പ്രൈസ് ദി ലോർഡ് എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീരുന്ന പൗലോസ് പറയുവാണ്. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 7 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ എം റീഡിങ് ഇൻ ഇംഗ്ലീഷ്. പ്രൈസ് ദി ലോർഡ്. വേഴ്സസ് 7 പറയാണ്. പ്രൈസ് ദി ലോർഡ്. ഫോർ വിച്ച് I become a minister. Praise the Lord. Hallelujah. I became a minister not by any of the church pastor. No. I became a minister through Christ Jesus. My God appointed me as a minister. That's what അതാണ് പൗലോസ് പറയുന്നത്. Praise the Lord. Hallelujah. For which I become a minister according to the gift of the grace of God given to me by the effective working of his power. Praise the Lord. God himself appointed Apostle Paul
as the minister of Christ. Praise the Lord. Hallelujah. So that Apostle Paul became, the gospel preacher through Christ Jesus. Praise the Lord. By Christ Jesus. In Christ Jesus. അതാണ് യേശു ക്രിസ്തുവിൽ അപ്പോയിന്റ് ചെയ്ത ഒരാൾക്കാർ എത്ര ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർ തകരത്തില്ല പ്രിയമുള്ളവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ഒരു സൈന്യം, അതാണ് പറയുന്നത്, ഒരു സൈന്യം എൻ്റെ മേലെ പാള ഇറങ്ങിയാലും നമ്മൾ ഭയപ്പെടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിലാണ് നമ്മൾ റൂട്ടഡ് ആയിരിക്കുന്നത്, യേശു ക്രിസ്തുവിൽ നമ്മൾ വളർന്നിരിക്കുന്നത്, യേശു ക്രിസ്തുവിൽ നമ്മൾ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പാറമേൽ പണിത വീടാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനത്തിൽ യേശു ക്രിസ്തുവിനാൽ അപ്പോയിന്റ് ചെയ്തൊരു ആൾക്കാർ എൻ്റെ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ആഗ്രഹം എപ്പോഴും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കർത്താവ് അപ്പോയിന്റ് ചെയ്തതാണ്. അത് നിങ്ങൾ എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പുറത്തോട്ട് വരണം, എത്ര ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എത്ര ആൾക്കാർ തടയുവാണെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് വരണം. നിങ്ങൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം, പുറത്തോട്ട് പ്രസംഗിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം മറ്റുള്ളവരോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. രക്ഷിക്കുന്ന അനേകം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ആൾക്കാർ ഒന്നുമില്ലാതെ വീട്ടിൽ കുതിയിരിക്കുന്നു. Our God is watching on you right now. Praise the Lord. Hallelujah. Your duty is the greatest and powerful duty. You have to preach this wonderful and powerful, mighty gospel to the Gentiles. If you are not preaching, our God will appoint somebody in place of you. Praise the Lord. Hallelujah. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ വചനം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട എല്ലാവരും ശക്തമായിട്ട് കർത്താവിൻ്റെ വചനം പ്രൊഫിറ്റ് മുന്നോട്ട് വരണമെന്ന് ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഞാൻ പറയുന്നത് പലപ്പോഴും ഞാൻ കർത്താവിൻ്റെ മിനിസ്ട്രി ഞാൻ ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് അനേക സമയത്ത് ഒറ്റപ്പെട്ട അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പല സമയത്ത് ഒറ്റപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ പേരും ഫോൺ വിളിച്ച് ഒരു എൻകറേജ്മെൻറ്റ് തരാത്ത അവസ്ഥ, കുറ്റങ്ങൾ പറഞ്ഞു നടക്കാൻ പകരമായിട്ട് അതിൽ നിന്നും തളരരുത്. കാരണം എന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന കർത്താവ് എന്നെ വിളിച്ചത്, ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് എല്ലാം തന്നു, വീടൊരു ഡണ്ണായി പിന്നെയും തന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ ദൈവം നമ്മളെ മാനിക്കും. സിംഹക്കുട്ടി ഇരകെട്ടാതെ അലയും. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഈ ദൈവവചനം നമ്മൾ പ്രഘോഷിക്കുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. എത്ര ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും, എത്ര പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും, എത്ര പേര് നമ്മൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും, നമ്മുടെ സാഹചര്യങ്ങൾ എത്ര തകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദൈവം വഴികൾ തുറന്നു വരും. ഈ ദൈവം പുതിയ കണക്ഷൻ നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, വാക്കിൽ എൻകറേജ്മെൻറ്റ് തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, പ്രൈസ് ദി ലോർഡ്, അവരാരും നമ്മുടെ അടുത്ത് വരുന്നില്ല. അവരെല്ലാം വിട്ടുപോയി. അവർ വിളിക്ക് പോട്ടെ. പുതിയ ആൾക്കാരെ കർത്താവ് തരും. വിട്ടുപോകുന്ന ആൾക്കാർ പോട്ടെ. അവരെ നമ്പർ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് തുരക്കണം. Praise the Lord. Our God will do a new things for you. Praise the Lord. Hallelujah. അതാണ് നമ്മുടെ ദൈവം. Praise the Lord. Hallelujah. നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Praise the Lord. Hallelujah. Glory be to God. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? Praise the Lord. Book of Isaiah chapter 43 verses 19. Bible saying, I will make a way in the wilderness and rivers in the desert. Praise the Lord. Hallelujah. മരുഭൂമിയിൽ വഴി തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Praise the Lord. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ നോക്കാൻ പോകരുത്. എത്ര സപ്പോർട്ടേഴ്സ് നമുക്കുണ്ടെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകരുത്. ഇന്ന് കാണുന്ന ഒരു വ്യക്തി നാളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒറ്റപ്പെട്ടും എല്ലാവരും കാലുകൊണ്ട് ചവിട്ടിയിട്ട് അവർ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവരെയൊന്നും മൈൻഡ് ചെയ്യാൻ പോകരുത്. അവരൊക്കെ നമ്പർ ബ്ലോക്ക് ചെയ്ത് മാറ്റി തുറകളാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പുതിയത് നമുക്ക് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതിപ്പം നമ്മൾ തന്നെ അറിയും. അത് മരുഭൂമിയിലൊരു വഴിയും. അതുതന്നെ കർത്താവിൻ്റെ വചനം പറയുന്നു, നിർജ്ജന പ്രദേശത്ത് നീരുറയും സൃഷ്ടിക്കും. പ്രൈസ് ഒന്നുമില്ലാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം വരും, അവിടെ മത്സ്യങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു വിഷം കാണുവാണ്. വെള്ളമില്ലാത്ത സ്ഥലത്ത് അവിടെ വെള്ളം വരുന്നു, അവിടെ വലിയ മത്സ്യങ്ങൾ വന്ന് ഇങ്ങനെ അടിക്കുന്നു, ഇന്ന് പൊങ്ങിച്ചാടി കളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരോടുള്ള ദൂത ഐ എം പ്രൊഫസിംഗ് ഇറ്റ് സംബഡി റൈറ്റ് നൗ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉണങ്ങി വരേണ്ട ആ സ്ഥലത്ത് നീരവെള്ളം സൃഷ്ടിക്കപ്പെടുന്നു. അവിടെ പുതിയ ഫിഷുകൾ വരുന്നു. പ്രൈസ് മത്സ്യങ്ങൾ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പച്ചപ്പുണ്ടാകുന്നു, അവിടെ പുതിയൊരു തളിർപ്പ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഐ എം പ്രൊഫസിംഗ് ടു സംബഡി റൈറ്റ് നൗ. പ്രൈസ് റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ഇൻ യുവർ മിനിസ്ട്രി, ഇൻ യുവർ റൈറ്റ് സിറ്റുവേഷൻ, അവർ ഗോഡ് വാണ്ട് ടു ചേഞ്ച് ഇറ്റ് ടുഡേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഞാൻ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി കർത്താവ് പ്രാർത്ഥിക്കുക. അങ്ങ് എത്ര നല്ലവനാണ് കർത്താവെ. അങ്ങ് സർവശക്തനായ ദൈവം, വാക്തത്വത്തിൽ വിശ്വസ്തനായ ദൈവം. കർത്താവെ അങ്ങ് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് മാത്രപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവെ യേശുവിന് ക്രിസ്തുവിൻ്റെ തിരയത്വത്താൽ ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി വചനം കേട്ട ഓരോ വ്യക്തിയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയ്ക്കുന്നവർ കർത്താവ് നന്ദി പറയുന്നു. കർത്താവെ ഉണങ്ങി വരേണ്ട അവസരങ്ങൾ, അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ, ആ ഡ്രൈ സിറ്റുവേഷൻ മാറ്റപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ജീസസ് മൈറ്റി നെയിം, ഇൻ ജീസസ് മൈറ്റി നെയിം, ഇൻ ജീസസ് മൈറ്റി നെയിം. Father God, once again more I pray and bless each and every people. In Jesus' name I pray. Amen. Tomorrow there will be fasting prayer at 3 p.m. UK time. 4, 5, 6, 7, 8. 4, 5, 6, 7, 8. 8:30 p.m. Indian time. Praise the Lord. South Africa time, that will be in English. Okay. Every Tuesday and Thursday will be in Malayalam. Praise the Lord. Hallelujah. Other days will be preaching in English. നാളെ 5 p.m. South Africa time. Praise the Lord. Hallelujah. I want to request to all of you, please join. Praise the Lord. Hallelujah. That will be a blessing for you. Thank you. God bless you.